നമസ്കാരം. നമ്മുടെ ആയുധന കലാക്ഷേത്രയിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതികളുടെ ഒരു ചെറിയ വിവരണം ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കളരി ഉഴിച്ചിലിന് വിധേയമാവുന്ന ഒരു വ്യക്തി ഉഴിച്ചിൽ ആരംഭിക്കുന്നതിന് മുൻപേ ആ വ്യക്തിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം ഒരു മെഷീനിൽ നിർത്തുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ ശരീരത്തിൽ മുഴകളോ തടിപ്പോ നേർക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്ന തരത്തിലുള്ള ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിൻ്റെ രീതികൾ. അതിനുശേഷം ശരീരത്തിലെ ഡിസ്കുകളോ മറ്റൊക്കെ ബൾജ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുന്ന തരത്തിലുള്ള ഇളക്കുമുറകൾ. അതിനുശേഷം യോഗ വ്യായാമങ്ങൾ, ധ്യാനം, അതിനുശേഷം കൈയൊഴിച്ചിൽ, അതുപോലെ കാലുകൊണ്ടുള്ള ഒഴിച്ചിൽ, ധാര, സ്റ്റീം ബാത്ത്. അതുപോലെ തന്നെ കളരി ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കിഴികൾ. അത് ആളുകളുടെ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത തരം കിഴികൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത് ഞവര തിരുമ്മാണ്. അത് ശരീരപുഷ്ടിക്കും അതുപോലെ ശരീരത്തിലെ ധാതുക്കൾ നഷ്ടപ്പെട്ട് കൈ പൊന്തായുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രയാസമനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ ഞവര തിരുമ്മി ആ രോഗിയെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണ് പതിവ്. വളരെ നല്ല റിസൾട്ടുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണ് ഞവര തിരുമ്മി. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ്. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നമ്മൾ കൊടുത്തിട്ടാണ് ഒരു ദിവസത്തെ ഒഴിച്ചിൽ അവസാനിപ്പിക്കുക. അതിൽ ചില വ്യക്തികൾക്ക് കാലൊഴിച്ചിൽ വേണ്ടി വരില്ല എന്നുള്ള, ചില വ്യക്തികൾക്ക് ധാര വേണ്ടി വരില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഓരോ ദിവസവും ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഒരു വ്യക്തിയുടെ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അതിവിശേഷമായിട്ടുള്ള തൈലക്കൂട്ടുകൾ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള അത് അതേ പ്രകാരത്തിൽ അതിൻ്റെ വിധി പ്രകാരം തൈലം തയ്യാറാക്കിയെടുത്ത് ആ തൈലങ്ങളാണ് നമ്മളിവിടെ ഒഴിച്ചിലിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു പക്ഷേ സാധാരണ ഒരു ഒഴിച്ചിലും അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകളും തമ്മിൽ ഒരുപാട് അന്തരം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ദിവസത്തെ ഒഴിച്ചിലിന് വരുന്നവരുണ്ട്, 5 ദിവസത്തെ ഒഴിച്ചിലിന് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ 7 ദിവസം, 10 ദിവസം, 14 ദിവസം, 21 ദിവസം വരെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒഴിച്ചിൽ വേണ്ടി വരാറുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലയളവ് വരുന്നത്. അതുപോലെ ആ ഒഴിച്ചിലിന് ശേഷം പിന്നീട് ഒരു നാഡി കഷായം, സൂപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരീരരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 12 അല്ലെങ്കിൽ 14 ദിവസം പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് എടുക്കാൻ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അത് നിർബന്ധമാണ്. അത് ആ മസിലുകളൊക്കെ കൂടി ചേർന്ന് നല്ല നാഡികളൊക്കെ ബലം വയ്ക്കാനുള്ള ഒരു സമയമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരേണ്ടതുള്ളൂ. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയാം. ഇത്തരത്തിലുള്ള കുറച്ച് സവിശേഷതകളാണ് നമ്മളിവിടെ ആയുധന കലാക്ഷേത്ര നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്.